ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇവ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഒരു പോർട്ട്ഫോളിയോ നടത്തുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന ഒന്നാണിത്. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇവ രണ്ടും, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ CML എന്ന് പറയും, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ SML എന്ന് പറയും. ഇത് രണ്ടും മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ കീ കോൺസെപ്റ്റുകളാണ്. ഓക്കെ, പക്ഷേ ഇത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ നോക്കാം. CML ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ദ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് ടോട്ടൽ റിസ്ക്. അതായത് നമ്മളൊരു പോർട്ട്ഫോളിയോ നടത്തുമ്പോഴത്തേക്ക്, ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക്, ബിസിനസ്സിലെ പോർട്ട്ഫോളിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷിച്ച ഒരു വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനവും ആ പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ ഉള്ള റിസ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ, ആ ഒരു ഡീവിയേഷൻ ഫോർ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ഓൺലി. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയ്ക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന ഒന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: E/RP. ഓക്കെ, E/RP എന്ന് വെച്ചാൽ ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ, ഒരു ബിസിനസ് പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന ആ ഒരു റിട്ടേൺ ആണ് കാണിക്കുന്നത്. അത് ഞാൻ പറയുന്ന ഇത്രയും ഘടകങ്ങളുണ്ട്, അത് കാൽക്കുലേറ്റ് എടുക്കുകയാണ്. അതായത് RF പ്ലസ് E of RM minus RF divided by sigma M into sigma P. ഓക്കെ, അപ്പോൾ ഇത്രയും ഘടകങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ കിട്ടുന്നത്. ഇവിടെ RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ഓക്കെ, റിസ്ക് ഫ്രീ ആയിട്ടുള്ള റേറ്റ് ആണ്. E of RM എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞ സിഗ്മ P എന്ന് പറഞ്ഞില്ലേ, ഈ സിഗ്മ P എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ സിഗ്മ M ഉണ്ട്. ഈ സിഗ്മ M എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ആണ്. ഓക്കെ, മാർക്കറ്റിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് എടുക്കുമ്പോഴാണ് ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് കാൽക്കുലേറ്റ് എടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിലൊരു ഡയഗ്രാം വരുന്നുണ്ട്, നമുക്ക് അത് നോക്കാം. അതായത് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത് ബേസിക് ആയിട്ട് റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, എത്ര റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കിട്ടുന്ന റിട്ടേൺ. ഓക്കെ, നമുക്ക് ഓരോ കർവുകൾ, ആക്സിസുകൾ മനസ്സിലാക്കാം. ഇപ്പം എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ റിസ്ക് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്, അതായത് കിട്ടുന്ന റിവാർഡിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അതാണ് വൈ ആക്സിസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ബ്ലാക്ക് ഡോട്ടുകൾ കാണാം. ഇതൊക്കെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, ഓരോ ഡോട്ടും സൂചിപ്പിക്കുന്നത് ഒരു സിംഗിൾ അസറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക്, ബോണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആണ് ഈ ബ്ലാക്ക് ഡോട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഓരോ ഡോട്ടുകളും, ഓരോ സെക്യൂരിറ്റികളും ഡിഫറെന്റ് റിസ്ക് ആണല്ലോ, അതായത് ഡിഫറെന്റ് റിസ്ക് റിട്ടേണുകളാണല്ലോ ഉള്ളത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണിത്. പക്ഷേ ഒന്നും എന്തല്ല, കൂടുതലും ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒന്നല്ല, അത് ഓപ്റ്റിമൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളല്ല, അതായത് അസറ്റുകളല്ല. ഇനി ഇതിലൊരു ബ്ലൂ കർവ് കാണിക്കുന്നില്ലേ, ഇതിനെ എഫിഷ്യന്റ് ഫ്രണ്ടിയർ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് റിസ്കി അസറ്റുകളുടെ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, റിസ്കി അസറ്റുകൾ ഉണ്ടാവില്ല, അതിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള എന്താണ് പോർട്ട്ഫോളിയോ. ഓക്കെ, അതിന്റെ കീ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ഉണ്ട്, അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടാവും, അതിന് എന്ത് കിട്ടണം? മാക്സിമം റിട്ടേൺ കിട്ടണം. ഓക്കെ, അപ്പോൾ ഒരു ഗിവൺ റിട്ടേൺ, അപ്പോൾ കിട്ടുന്ന റിട്ടേണിന് മിനിമം റിസ്ക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ കീ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ കർവിനെ താഴോട്ട് പിന്നെ പ്രിഫർ ചെയ്യത്തില്ല. ഇവര് ഈ കർവ്, അതായത് ഈ എഫിഷ്യന്റ് ഫ്രണ്ടിയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു റിസ്ക് ഫ്രീ റേറ്റ് എന്നൊരു സാധനമുണ്ട്. അതായത് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് വെച്ചാൽ ആ ഒരു വൈ ആക്സിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, ആ CML ലൈനിൽ വൈ ആക്സിൽ ആ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ആണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് റിസ്ക് ഫ്രീ റേറ്റ്? അതായത് ഈ റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് ഈ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഗവൺമെന്റ് ട്രഷറി ബില്ലിലൊക്കെ നല്ലൊരു എന്താണ് എക്സാമ്പിൾ ആണ്. അപ്പം റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അതിന് സീറോ റിസ്ക് ആണ്. അതാണ് ഈ പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, ആ ഗ്രീൻ ലൈൻ. ഓക്കെ, അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റിസ്ക് ഫ്രീ റേറ്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഈ റിസ്ക് ഫ്രീ അസറ്റിന്റെയും റിസ്കി അസറ്റിന്റെയും തമ്മിലുള്ള ഒരു ഓപ്റ്റിമൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇത് രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ലൈൻ കാണിക്കുന്നത്. അപ്പം റിസ്കി അസറ്റ് എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റ് പോർട്ട്ഫോളിയോയിലാണ് റിസ്ക് ഉള്ളത്. ഓക്കെ, അപ്പം ഈ റിസ്ക് നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് പോർട്ട്ഫോളിയോയിലും
ആ ഒരു അതാണ് റിസ്ക് ഫ്രീ അസറ്റ്, അതും മാർക്കറ്റ് പോർട്ട്ഫോളിയോ, അത് റിസ്ക്കും ഉള്ളത് റിസ്ക് ഇല്ലാത്ത നമ്മളുടെ കോമ്പിനേഷനാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ CML ആണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആണ്, ആ ഗ്രീൻ ലൈനാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? അതായത് സെയിം റിസ്കിന് ഹയർ റിട്ടേൺ കൊടുക്കുന്ന ഒരു ലൈനാണത്, അല്ലെ? നമുക്ക് മനസ്സിലാവും. അതായത് മറ്റേ ലൈനിന്റെ മുകളിലിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഹയർ റിട്ടേൺ ഉണ്ട്, റിസ്ക് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, അതൊരു ഇക്വിലിബ്രിയം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഐഡിയൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഈ CML ലൈനും എഫിഷ്യന്റ് ഫ്രണ്ടിയറും തമ്മിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ടാൻജൻസി ആണ് എഫിഷ്യന്റ് അല്ലെങ്കിൽ ഐഡിയൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെയാണ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്റ്റിമൽ റിസ്കി പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ബെസ്റ്റ് റിസ്ക് റിട്ടേൺ കോമ്പിനേഷൻ ആണ്. ബെസ്റ്റ് റിസ്ക് റിട്ടേൺ, അതായത് എടുക്കുന്ന റിസ്കിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണിത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ പോയിന്റ് ആണ് ചൂസ് ചെയ്യാറ്. ഇപ്പൊ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻവെസ്റ്ററിന്റെ ഈ CMLലുള്ള ഇൻവെസ്റ്ററിന്റെ ചോയ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ ഏതിന് ക്ലോസർ ആയിട്ട്, റിസ്ക് ഫ്രീ റേറ്റിന് ക്ലോസർ ആയിട്ട് നിൽക്കും. ഓക്കെ, റിസ്ക് ഫ്രീ ക്ലോസർ ആയിട്ട് നിൽക്കും. എന്നാൽ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിലേക്ക് മൂവപ്പ് ചെയ്യും? CMLലേക്ക് അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിൽ കൂടുതൽ റിട്ടേൺ ആണ്, പക്ഷേ കൂടുതൽ റിസ്ക്കും ഉണ്ട്. അപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ഈ CML ലൈനിന് മുകളിലേക്ക് ഉള്ള ആ പോയിന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഡിറൈവ്ഡ് ഫ്രം മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, അതായത് മാർക്കോവിറ്റ്സിന്റെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അത് ഒന്നാമത്തെ പ്രത്യേകതയാണ്. അടുത്തത് അപ്ലൈസ് ഓൺലി ടു എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ്, എഫിഷ്യന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. റിസ്ക് മെഷേർഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൽ പറഞ്ഞു കഴിഞ്ഞു. അതായത് ടോട്ടൽ റിസ്ക് ആണ്. ഇപ്പൊ ഈ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇത് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. അടുത്തത് സ്റ്റാർട്ട്സ് ഫ്രം റിസ്ക് ഫ്രീ അസറ്റ്, അത് എവിടെ നിന്നാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ CML ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിസ്ക് ഫ്രീ അസറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ടാൻജന്റ് ടു ദ എഫിഷ്യന്റ് ഫ്രണ്ടിയർ, അത് എഫിഷ്യന്റ് ഫ്രണ്ടിയറിന് ടാൻജന്റ് ആയിട്ട് വരും. ഓക്കെ, ഞാൻ ഡയഗ്രത്തിൽ കാണിച്ചതാണ്. അടുത്തത് ഷോസ് ദ ബെസ്റ്റ് പോസിബിൾ റിസ്ക് റിട്ടേൺ കോമ്പിനേഷൻസ്, അതായത് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ, അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ കോമ്പിനേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ SML നോക്കാം. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇത് കാണിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്ടഡ് റിട്ടേൺ ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക്, അതായത് ബീറ്റ ആണ് ഇതിന്റെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഫോർ ആൾ സെക്യൂരിറ്റീസ് ആൻഡ് പോർട്ട്ഫോളിയോസ്, എഫിഷ്യന്റ് ആയിട്ടുള്ളതല്ല, എല്ലാ സെക്യൂരിറ്റീസും പോർട്ട്ഫോളിയോസും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഈ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല നോക്കാം. CAPM ഇക്വേഷന്റെ ഫോർമുലയാണ്. അത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: ERI is equal to RF plus beta I into E of RM minus RF ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഓരോന്ന് എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. E of RI എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന ഒരു റിട്ടേൺ ആണ്. ബീറ്റ I എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഇവിടെ റിസ്ക് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത് RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ഓക്കെ, ഇതാണ് RF എന്ന് പറയുന്നത്. E of RM എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഈ E of RI, അതായത് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ഡയഗ്രം നോക്കാം. അത് നമുക്ക് ആക്സിസുകൾ നോക്കാം. ഇതിൽ എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്നത് ബീറ്റയാണ്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ആണ് ഈ ബീറ്റ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് സിസ്റ്റമാറ്റിക് റിസ്ക്. അത് Y ആക്സിസ് സൂചിപ്പിക്കുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺ ആണ്, അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ട് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ നിങ്ങൾക്ക് കാണാം, SML എന്ന് കാണിച്ചിരിക്കുന്നത്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ആ ലൈൻ. ഈ ലൈൻ സൂചിപ്പിക്കുന്നത് ഈ എക്സ്പെക്ടഡ് റിട്ടേണും റിസ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം റിസ്ക് കൂടുതലാണെങ്കിൽ, അതായത് ബീറ്റ കൂടുതലാണെന്നുണ്ടെങ്കിൽ റിസ്ക്കും കൂടും. ഓക്കെ, അപ്പോൾ എന്താണ്, എക്സ്പെക്ടഡ് റിട്ടേണും കൂടും. ഇവിടെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. ഓക്കെ, അത് നമുക്കറിയാം. Y ആക്സിൽ ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ SML ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്, 3%. ഓക്കെ, അവിടെ ബീറ്റ എന്ന് പറയുന്നത് 0 ആണ്, അവിടെ നോ റിസ്ക് ആണ് കാണിക്കുന്നത്. അടുത്തത് മാർക്കറ്റ് പോർട്ട്ഫോളിയോ, അതായത് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ് ഉണ്ടെങ്കിൽ റിട്ടേൺ 10%. ഓക്കെ, അത് നമുക്ക് ആ മാർക്ക് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? ഓവറോൾ മാർക്കറ്റ് റിട്ടേൺ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഈ SML മുകളിലായിട്ട്, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈന് മുകളിലായിട്ട് അണ്ടർ വാല്യൂഡ് എന്ന് എഴുതിയേക്കുന്നതാണ് പച്ച അക്ഷരത്തിൽ, അല്ലെ? അപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ മുകളിൽ വരുന്നത്, ഈ SML മുകളിൽ വരുന്നതെല്ലാം ഹയർ റിട്ടേൺ ആണ്. അതായത് പ്രതീക്ഷിച്ചതിനും കൂടുതൽ അവർ പ്രതീക്ഷിച്ച റിസ്ക് ഉണ്ട്, അതിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്ന ഒരു ഭാഗമാണിത്.
അപ്പോൾ ഇവിടെ ഇത് അതുകൊണ്ടാണ് ഇവിടെ അണ്ടർ വാല്യൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നിന്ന് സെക്യൂരിറ്റീസ് ബൈ ചെയ്യണമെന്നാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഈ SML ലൈനിന്റെ താഴെയായിട്ട് ഓവർ വാല്യൂഡ് എന്ന് എഴുതിയേക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്ത് അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത് സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പം ഇവിടെ ഇതിന് കീഴിലുള്ളതെല്ലാം ഓവർ വാല്യൂഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പം അതിൽ നിന്ന് കിട്ടുന്നത് ലോവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ലോവർ റിട്ടേൺ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. അതായത് അതൊരു ആ യെല്ലോ ഡോട്ടഡ് ലൈൻ കാണിച്ചേക്കുന്നുണ്ട്, അത് ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം ഈ ബീറ്റ 1-ലാണെന്നുണ്ടെങ്കിൽ, ആ ഒരു റിസ്കിലാണെന്നുണ്ടെങ്കിൽ അത് എക്സാക്സിൽ ടച്ച് ചെയ്യുന്നത്, യെല്ലോ ലൈൻ എക്സാക്സിൽ ടച്ച് ചെയ്യുന്നത് 1-ലാണ് അല്ലേ? അപ്പം ഇവിടെ ഈ ബീറ്റ 1-ലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് അത് 10% ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 10% ആക്ച്വൽ റിട്ടേൺ 10% ആണെന്നുണ്ടെങ്കിൽ അത് അണ്ടർ വാല്യൂ പോർഷനിൽ വരും. ഓക്കെ, 10% താഴെയാണെന്നുണ്ടെങ്കിൽ, ലെസ് ദാൻ 10% ആണെന്നുണ്ടെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആയിട്ട് കണക്കാക്കും, ഓവർ വാല്യൂഡ് പോർഷനിൽ വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. ഇത് ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ CAPM-ന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അപ്ലൈസ് ടു ഓൾ സെക്യൂരിറ്റീസ്, എല്ലാ സെക്യൂരിറ്റീസ്, അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ളതും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ളതും എല്ലാ സെക്യൂരിറ്റീസിലും ഇത് ആപ്ലിക്കബിൾ ആണ്. റിസ്ക് മെഷേർഡ് ബൈ ബീറ്റ, നേരത്തെ പറഞ്ഞില്ലേ, ബീറ്റയാണ് റിസ്ക് മെഷർ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് ഓൺലി. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്കുകൾ മാത്രമാണ് ഇത് മെഷർ ചെയ്യുന്നത്. യൂസ്ഡ് ടു ഐഡന്റിഫൈ അണ്ടർ വാല്യൂഡ് ഓർ ഓവർ വാല്യൂഡ് സെക്യൂരിറ്റീസ്. അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ളതും ഓവർ വാല്യൂഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള സെക്യൂരിറ്റീസ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.